അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞെട്ടിക്കുന്ന ധാരാളം വാർത്തകൾ നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും. ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് പറയുമ്പോൾ കരളുള്ള, അരിവുള്ള, മനുഷ്യന്റെ മനസ്സുള്ള, ഹൃദയമുള്ള, ഏതൊരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തുന്ന, ദുഃഖകരമായ, ചിന്തിപ്പിക്കുന്ന ധാരാളം വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ കണ്ടല്ലോ സഹോദര. ധനി മജി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആദിവാസി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട വാതരോഗം പിടിപെട്ട് മരിച്ച ഭാര്യയുടെ ജഡം ചുമന്നുകൊണ്ട്, മയ്യത്ത് ചുമന്നുകൊണ്ട് 12 കിലോമീറ്ററോളം കരഞ്ഞ കണ്ണുമായി തന്നെ അനുഭവിക്കുന്ന 12-കാരിയായ മകളോടൊപ്പം നടന്നു വരുന്നൊരു വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയാണ്. ഹോസ്പിറ്റൽ അധികൃതരോട് പണമില്ലെന്ന പ്രയാസം പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ദയനീയ അവസ്ഥയെ ഒന്ന് അലിവുള്ള മനസ്സോടുകൂടെ കാണാൻ ആരുമുണ്ടായില്ല. ശരിയായിരിക്കാം, അവരവരുടെ ജോലിയുമായി മുന്നോട്ടു പോകുന്നു. പക്ഷെ ഒരു റോട്ടിലൂടെ ഇങ്ങനെ ഒരു മയ്യത്ത്, ഒരു ജഡം, സ്വന്തമായി ഭാര്യയുടെ ജഡം ചുമന്ന് ഒരു മനുഷ്യനിങ്ങനെ കിലോമീറ്ററുകൾ താണ്ടുമ്പോ ആ വഴിയോരങ്ങളിൽ എത്രയെത്ര ഇരുകാലുള്ള മനുഷ്യന്മാർ ആ കാഴ്ച കണ്ടിട്ടുണ്ടാവും. സഹോദര, ചില ആളുകൾക്ക് അലിവുള്ള ഒരു ഹൃദയമുള്ള ഒരു പ്രതികരണം വരാൻ 12 കിലോമീറ്റർ വന്നു കലക്ടറെ ഒന്ന് വിളിച്ച് വിഷയം പറയാൻ. നിങ്ങൾ നോക്കൂ, ഇത് ഒറ്റപ്പെട്ട വാർത്തകളാണോ? പഴയ കാലങ്ങളിലേക്ക് അത്യപൂർവം ഒറ്റപ്പെട്ട സംഭവങ്ങളാണിത്. കഴിഞ്ഞ ഒരു 1.5 ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഡൽഹിയിലെ വെസ്റ്റ് ഡൽഹിയിൽ സുഭാഷ് നഗറിലേക്കുള്ള റോട്ടിൽ അതിരാവിലെ 5:50 സഹോദരന്മാരെ ഒരു ഗൂഡ്സ് 3 വീലർ, ഒരു കാരിയർ വാഹനം വന്നിട്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ അതിവേഗതയിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ ചെന്ന് വീഴുകയാണ് റോഡിന്റെ തെരുവിൽ. വാഹനം ഓട്ടിച്ച് ആ ആക്സിഡന്റിന് കാരണമായ വാഹനത്തിന്റെ ഡ്രൈവർ നിർത്തി പുറത്തു വന്നൊന്ന് നോക്കിയപ്പോൾ ഗുരുതരമാണെന്ന് കണ്ടപ്പോ തന്റെ വാഹനത്തിൽ കയറിപ്പോവുകയാണ്. അതിനുശേഷം ഒരു മണിക്കൂറിനിടയിൽ, ഏകദേശം അരമണിക്കൂറിനിടയിൽ 402 വാഹനങ്ങൾ അതിലൂടെ പാസ് ചെയ്തു പോയി. 402 വാഹനങ്ങൾ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ തലേ ദിവസം സോഷ്യൽ മീഡിയകളിൽ വൈറലായി വന്ന ഈ വീഡിയോ ക്ലിപ്പിന്റെ പൂർണ്ണ വാർത്ത കാണാം നമുക്ക്. 402 വാഹനങ്ങൾ എന്ന് പറയുന്നത് 140ഓളം കാറുകൾ, 4 വീലർ കടന്നുപോയി. 181ഓളം, 180-ലേറെ വരുന്ന 2 വീലറുകൾ കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദര, 80ഓളം വരുന്ന 3 വീലറുകൾ അതിലൂടെ കടന്നുപോയി. അതുമാത്രമല്ല, 45 2 കാലുള്ള മനുഷ്യന്മാർ തെരുവിൽ കിടന്ന് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുന്ന, ജീവന് വേണ്ടി മല്ലടിക്കുന്ന മനുഷ്യന്റെ അരികെ കൂടെ നടന്നുപോയി. എന്നിട്ടും തന്റെ ഒരു സുഹൃത്ത് അവസാനം കടന്നുവന്ന് 1 മണിക്കൂറിന് ശേഷമാണ് പോലീസുകാരെ വിവരമറിയിച്ച് ആ മനുഷ്യന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴേക്കും ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു അനുഭവമല്ലേ. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന്, നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച മറ്റൊരു വാർത്ത നമുക്ക് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു. അതെന്താണ് ഒരു വാർത്ത? 3 സ്ത്രീകളുള്ള വീട്ടിൽ കയറി കവർച്ച നടത്തുന്ന കള്ളന്മാരെ പിടികൂടാൻ കടന്നുവന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആ കവർച്ചക്കാരുടെ വെടിയേറ്റ് ഇവർ രക്ഷപ്പെട്ട് അവരുടെ പിന്നാലെ ഓടുകയാണ്. ജനങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം വെടിയേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്ലഡ് ഒലിച്ചൊലിച്ച് ക്ഷീണിതനായി റോട്ടിൽ കിടന്നു. 150ഓളം ആളുകൾ അവിടെയുണ്ട്. ഒരാള് പോലും ആ ധീരനായ കോൺസ്റ്റബിളിനെ, പോലീസിനെ തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. റിയോ ഒളിമ്പിക്സിൽ വെച്ച് മെഡൽ വാങ്ങി വന്ന ആളുകൾക്ക് വാരിക്കോരി കോടികൾ നൽകുമ്പോൾ ഡൽഹി ഭരണകൂടം ആനന്ദ് സിംഗ് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനിക്ക് ഒരു കോടി കൊടുത്തിട്ടുണ്ട് പാരിതോഷികമായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ സാമൂഹികമായ പ്രതിബദ്ധത, മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അത് മനുഷ്യൻ ഒരു സോഷ്യൽ ജീവിയാണ്, ഒരു സാമൂഹിക ജീവിയാണ് എന്നുള്ളതാണ്. ഒരു നായ ചത്തുകിടക്കുമ്പോ നായകൾ ചുറ്റും കൂടിയിട്ട് അവിടെ നിൽക്കാറുണ്ട്. ഒരു കാക്ക ചത്തുകിടക്കുമ്പോഴോ അല്ലെങ്കിൽ കാക്കക്കൊരു പരിക്ക് പറ്റുമ്പോഴോ 100 കണക്കിന് കാക്കകൾ, ബുദ്ധിയില്ലാത്ത പക്ഷികളും പറവകളും നാൽക്കാലികളും അതിന്റെ ചുറ്റുഭാഗത്തും വട്ടം കൂടി നിന്നിട്ട് അവർക്ക് ആവുന്ന നിലവിളികൾ അവർ വിളിക്കാറുണ്ട്. പക്ഷേ മനുഷ്യർ വളരെ വിദ്യാഭ്യാസപരമായി, സാങ്കേതികമായി
വികാസം പ്രാപിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കാലഘട്ടത്തിലും എന്തൊരു ദുര്യോഗമാണ് സഹോദര. നമ്മൾ വിചാരിക്കും അത് ഡൽഹിയിലാണെന്ന്, നമ്മൾ വിചാരിക്കും അത് ഒഡീഷയിലാണെന്ന്. നമ്മൾ അങ്ങനെ പലതും പറഞ്ഞു പറയുമ്പോഴും ഈ ഒരാഴ്ചക്കിടയിലാണല്ലോ തെക്കൻ ജില്ലയിൽ നിന്ന് ഒരു പ്രവാസി മലയാളിയായ ഒരു സുഹൃത്തിനെ പോലീസ് വന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലാക്കേണ്ടി വന്നു. ദരിദ്രനല്ല, ചെറ്റക്കൂരയിൽ താമസിക്കുന്നതല്ല, നല്ല തരക്കേടില്ലാത്ത സൗകര്യപ്രദമായ വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, മധ്യവയസ്കൻ അല്ലെങ്കിൽ അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, മകളുണ്ട്, ഭാര്യയുണ്ട്. അദ്ദേഹം മകളുടെയും ഭാര്യയുടെയും പീഡനം ഏറ്റുവാങ്ങിയിട്ട് രോഗിയായി കാലും അവയവങ്ങളും ചീഞ്ഞളിഞ്ഞ് പുഴുക്കൾ നടക്കുന്നിടത്ത് നിന്നൊക്കെ പുഴുക്കൾ ഇങ്ങനെ തെരുവിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വാർത്തയാണ്. ഇങ്ങനെ എത്രയെത്ര വാർത്തകൾ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമുക്ക് ന്യായങ്ങളുണ്ടാവും. 400 ചില്ലാനോളം വാഹനങ്ങൾ ഓടിപ്പോകുമ്പോൾ ചിലവർ മരിച്ചിടത്തേക്ക് പോവുകയായിരിക്കാം. ശരിയാണ്, അവർക്ക് ന്യായമുണ്ട്. ചിലവർ ഒരു പക്ഷേ അതിലേറെ വലിയ ഹോസ്പിറ്റൽ കേസിലേക്ക് പോവുകയായിരിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെയായിരിക്കോ സഹോദര? അതൊക്കെ വളരെ ന്യൂനപക്ഷം, ചെറിയൊരു വിഭാഗം മാത്രമാണ്. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മതവും ജാതിയും അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രശ്നം എന്താണ്? തിരക്കൊന്നുമില്ല. പക്ഷേ അതെന്റെ പിതാവല്ല, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, എന്റെ അയൽവാസിയല്ല, എന്റെ ഫ്രണ്ടല്ല, എന്റെ സുഹൃത്തല്ല എന്നൊക്കെ ന്യായീകരിക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സേവനം ചെയ്യുന്നിടത്തും കാരുണ്യം പകർന്നു കൊടുക്കുന്നിടത്തും കിടക്കുന്ന അല്ലെങ്കിൽ അത്യാഹിതം സംഭവിച്ച് രോഗിയായി ഒരു താങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യന്മാരെ താങ്ങാൻ പറയുന്നിടത്തും കുടുംബവും മതവും ജാതിയും അതുപോലെ നാടും ബന്ധവും ഒന്നും നോക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറത വലാ തൻസ നസീബക മിനദ് ദുനിയ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. എന്തൊരു അർത്ഥവത്തായ അധ്യായമാണത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നെട്ടോട്ടമോടുകയാണ്. വീണ് കിടക്കുന്നവനെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. എന്തിനു വേണ്ടി? ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് നൽകിയ ഭൗതികമായ ജീവിതത്തിന്റെ ആഡംബരങ്ങളുടെ പിന്നാലെയാണ് നീ ഓടുന്നതല്ലേ? പക്ഷെ എന്ത് നൽകിയാലും അതിലൊക്കെ നീ പരലോക നന്മ പ്രതീക്ഷിക്കുക. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തൻസ നസീബക മിനദ് ദുനിയ. എങ്ങനെ എത്ര വലിയ സമ്പാദ്യം സമ്പാദിച്ച് എന്തിന്റെ പിന്നാലെ തിരക്ക് പിടിച്ച ജീവിതത്തോടെ നീ ഓടിയാലും നിനക്ക് അവസാനം അവശേഷിക്കുന്ന ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരിയുണ്ട്. അത് മറന്നുപോവേണ്ട 3 തുണി കഫംപുട. അതാണ് ഖുർആൻ പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹു നിനക്ക് ചെയ്തതുപോലെ നീ നന്മ ചെയ്യണം. അല്ലാഹു നിനക്ക് ചെയ്തതുപോലെ നീ നന്മ ചെയ്യണം, കാരുണ്യം ചെയ്യണം, സാന്ത്വന പ്രവർത്തനം നടത്തണം, സേവന പ്രവർത്തനം നടത്തണം. എന്താണ് അല്ലാഹു ചെയ്തതുപോലെ എന്ന് പറയുന്നത്? അതിൽ വലിയ അർത്ഥമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. അല്ലാഹുവിനെ മാനിക്കാത്തവരെ, അല്ലാഹുവിനെ നിഷേധിക്കുന്നവരെ, അല്ലാഹു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളോട് വിലക്കിയ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അങ്ങനെയായിരിക്കും. എന്നിട്ടും നമുക്ക് വെള്ളം നിഷേധിച്ചിട്ടില്ല, ഭക്ഷണം നിഷേധിച്ചിട്ടില്ല, അതുപോലെ ആഹാരം നിഷേധിച്ചിട്ടില്ല, ഉപജീവന മാർഗങ്ങൾ അല്ലാഹു നിഷേധിച്ചിട്ടില്ല. ഇതിന് സമാനമായ മറ്റൊരു വിഷയമുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹജ്ജ് മാസമാണ്, മക്കയിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. ആ ഒഴുക്കിന്റെയും മക്കയിൽ എല്ലാ കാലത്തും വരണ്ട ഭൂപ്രദേശമായിട്ടും ലോകത്തെ എല്ലായിടത്തും ലഭിക്കുന്ന ആഹാരം ലഭിക്കാനൊക്കെ കാരണമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലെ 126-ൽ അല്ലാഹു പറയുന്നുണ്ട്. അതെന്താണ്? വഇദ് ഖാല ഇബ്രാഹീമു റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല സുമ്മ അൽതറഹു ഇലാ അദാബിൻ നാരി വബിഇസൽ മസീർ. സഹോദരന്മാരെ, എന്നേക്കുമുള്ള ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെ തിരുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, പടച്ച തമ്പുരാനെ, ഈ മണ്ണിനെ നീ നിർഭയത്വത്തിന്റെ കളിത്തൊട്ടിലെയാക്കുന്ന ലോകത്തെ എല്ലാ അർത്ഥത്തിനുമുള്ള സമാധാനത്തിന്റെ ഒരു നാടാക്കി മാറ്റണമേ. അത് മാത്രം പറഞ്ഞു നിർത്തിയില്ല. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ വെള്ളമില്ല, ശരിയാണ്, മരുഭൂമിയാണ്, കായ്കനികൾ കായ്ക്കാൻ പറ്റുന്ന സ്ഥലമല്ല. എന്നാലും ഇവിടെ വന്നുപോകുന്ന ഈ നാട്ടുകാർക്കും ഇവിടെ വരുന്നവർക്കും ലോകത്തെ എല്ലാ ഫലങ്ങളും അങ്ങോട്ട് നീ എത്തിച്ചു കൊടുക്കണമേ.
എന്നിട്ട് അവിടെ സ്പെഷ്യൽ ചെയ്തുകൊണ്ട് പറഞ്ഞു മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബി എല്ലാവർക്കും കൊടുക്കണം എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ അള്ളാഹു തിരുത്തി വഖാല വമൻ കഫറ. ഇബ്രാഹിമേ, ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതല്ല, അവിശ്വാസികൾക്കും കൊടുക്കണമെന്ന് പറയണം. കൊടുക്കും. ഐഹിക ലോകത്ത് അവരെ നാം ആസ്വദിപ്പിക്കും കുറഞ്ഞ കാലം. എന്തൊരു വിശുദ്ധ ഖുർആനിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യമാണിത്. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. സഹോദരന്മാരെ, വീണുകിടക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, വേദനിക്കുന്ന രോഗികളുമല്ലാത്തവരുമായ മനുഷ്യന്മാർക്ക് സേവനം ചെയ്യുന്നിടത്ത് അത് എന്റെ കുടുംബമാണോ, എന്റെ മക്കളാണോ, എന്റെ ഭാര്യയാണോ? ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 5 വക്ത് നിസ്കാരം. ബുദ്ധിയുള്ള, അതുപോലെ തന്നെ വളരെ നിർബന്ധമായ ചില കാരണങ്ങൾ മാറ്റിവെച്ചാൽ ആയുസ്സുകാലത്തിനിടയിൽ പ്രായപൂർത്തിയെത്തിയ മുസ്ലിമിന് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. അതിലേറ്റവും ശ്രേഷ്ഠമാണ് ജമാഅത്ത് നിസ്കാരവും ജുമാ നിസ്കാരവും. ജുമാ മനുഷ്യരെ ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗമമാണ്, സാമൂഹിക പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്. എന്നാൽ ജമാഅത്ത് നിസ്കാരം വാജിബാണെന്ന് പറയുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട് പുരുഷന്മാർക്ക്. ആ പണ്ഡിതന്മാർ അങ്ങ് അത്രയും പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ജമാഅത്തിനുള്ള ഉദുറ് പറഞ്ഞെടുത്ത്, ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചെടുത്ത് ഇസ്ലാം പഠിപ്പിച്ച കാരണങ്ങൾ എന്താണ്, പണ്ഡിതന്മാരെ പഠിപ്പിച്ച കാരണങ്ങൾ എന്താണ്? അതിലൊരു പ്രധാനപ്പെട്ട കാരണം, രോഗിയായ ഒരാളെ ശുശ്രൂഷിക്കാൻ ആളില്ലെങ്കിൽ, ആരുമില്ലാത്ത രോഗികൾ, ആ രോഗികൾക്ക് സേവനം ചെയ്യാൻ സമയം കണ്ടെത്തുമ്പോൾ പുരുഷൻ ജമാഅത്ത് എന്ന് പറയുന്ന പുണ്യകർമ്മത്തിലേക്ക് വരേണ്ടതില്ല, ജുമാക്ക് വരേണ്ടതില്ല. നിസ്കരിക്കണം, ഫർളായ നിസ്കാരം നിർവഹിക്കണം, അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അത് മാത്രമാണോ സഹോദര? എത്രയെത്ര. അത് മാത്രമല്ല, ഒരു രോഗിക്ക് ശുശ്രൂഷിക്കുക മാത്രമല്ല, രോഗിക്ക് ശുശ്രൂഷിക്കാൻ വേറെ ആളുണ്ട്. പക്ഷെ ഒരു രോഗിയുടെ അടുത്ത് നിന്നാൽ, ഞാനിങ്ങനെ പോയി നിന്നാൽ, എന്നെ കണ്ടാൽ അയാളുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്, സന്തോഷമാണെങ്കിൽ അയാൾക്കും ജുമാ ജമാഅത്തിന് ഉദുറുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് മാത്രമാണോ? ഒളു എടുക്കാൻ അവസരം കിട്ടാത്ത സമയത്ത് തയമ്മും ചെയ്യാം. പക്ഷെ ആ തയമ്മുമിന് കാരണം പറയുന്നിടത്ത്, ഒളു എടുക്കാൻ വീട്ടിൽ വെള്ളമുണ്ട്, അവനിക്ക് ഒളു എടുക്കാനും കുളിക്കാനും വെള്ളമുണ്ട്. എന്നാലും ഇസ്ലാം പഠിപ്പിക്കുന്നു, എന്താ പഠിപ്പിക്കുന്നത്? ആ വീട്ടിൽ മുഹ്തറമായ മനുഷ്യനോട് ഇണങ്ങിച്ചേരുകയോ അല്ലെങ്കിൽ ഉപകാരപ്രദമായ ജീവികളുണ്ട്. ആ ജീവികൾക്ക്, അത് നായ പോലുമാണെങ്കിൽ, ആ ജീവികൾക്ക് ആ വെള്ളം കൊടുത്ത് തയമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ,